വിക്രമാദിത്യ കഥകൾ. വിക്രമാദിത്യ രാജാവിൻ്റെ കഥ ശ്രവിക്കുന്നതിന് മുമ്പ് നമുക്ക് ഭോജരാജാവിൻ്റെ കഥയൊന്ന് കേൾക്കാം. ഭോജരാജ ചരിത്രം. അത്ഭുത വിക്രമധികൃത ശക്രപരാക്രമിയായിരുന്ന ഭോജരാജൻ്റെ ചരിത്രത്തോടു കൂടിയാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. പണ്ടൊരിക്കൽ വസിഷ്ഠ മഹർഷിയുടെ സർവാഭീഷ്ട സന്ധായികയായ കാമധേനു എന്ന ഗോവിനെ വിശ്വാമിത്ര മഹർഷി ബലാൽ അപഹരിച്ചു കൊണ്ടുപോയി. അതിനെ വീണ്ടെടുക്കുവാനായി വസിഷ്ഠൻ ഉത്തംഗമായ ഒരു പർവ്വതമുകളിൽ ഒരു അഗ്നികുണ്ഡം നിർമ്മിച്ച് ഒരു മഹായജ്ഞം ആരംഭിച്ചു. ഹോമാഗ്നിയിൽ നിന്നും അപൂർവ തേജസ്വിയും മഹാപ്രതാപശാലിയുമായ ഒരു ദിവ്യപുരുഷൻ പ്രത്യക്ഷപ്പെട്ട് വസിഷ്ഠ മഹർഷിയുടെ ഏതാജ്ഞയും ശിരസാവഹിക്കുവാൻ സന്നദ്ധനായി നിലകൊണ്ടു. വസിഷ്ഠൻ്റെ ആജ്ഞ അനുസരിച്ച് ആ ദിവ്യപുരുഷൻ വിശ്വാമിത്രനെയും അനുചരന്മാരെയും പരാജയപ്പെടുത്തി ഗോവിനെ വീണ്ടെടുത്ത് മഹർഷിയുടെ മുമ്പിൽ ഹാജരാക്കി. ഇതിൽ അതീവ സന്തുഷ്ടനായി തീർന്ന വസിഷ്ഠൻ ജേതാവിനെ സർവാത്മന അനുഗ്രഹിച്ചു. ഭവാൻ എനിക്ക് വേണ്ടി ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കുന്നതല്ല. ഭാവിയിൽ അങ്ങൊരു ചക്രവർത്തിയായിത്തീരും. പ്രസ്തുത അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ടെന്നോണം ദിവ്യ തേജസ്വിയായ മഹാപുരുഷൻ അജിരേണ ഒരു വിസ്തൃതനായ ചക്രവർത്തിയായിത്തീരുകയും ചെയ്തു. അദ്ദേഹമത്രേ അഗ്നിവംശോദ്ഭവന്മാരെന്ന് പ്രഖ്യാതരായ പരമരക്ഷത്രിയ വംശജനായ ഭോജരാജൻ. മാളവദേശവും സമീപമുള്ള മറ്റേതാനും രാജ്യങ്ങളും ഭോജരാജൻ്റെ ഭരണപരിധിയിൽപ്പെട്ടിരുന്നു. ധാരാനഗരമായിരുന്നു തലസ്ഥാനം. അദ്ദേഹത്തിൻ്റെ ബാല്യത്തിൽ തന്നെ പിതാവ് മരിച്ചു പോകയാൽ വലിയച്ഛനായ മുഞ്ചരാജൻ്റെ സംരക്ഷണയിലാണ് ഭോജൻ വളർന്നു വന്നത്. ഒരു ദിവസം ജ്യോതിശാസ്ത്രാദികളിൽ മഹാപണ്ഡിതനെന്ന് അവകാശപ്പെട്ടിരുന്ന ഒരു ജ്യോതിഷികൻ രാജസന്നിധിയിലെത്തി. അദ്ദേഹം ലക്ഷണശാസ്ത്രപ്രകാരം മുജ്ജരാജൻ്റെ ഭാവിഭൂത വർത്തമാന വിശേഷങ്ങൾ മുഴുവൻ പ്രവചിച്ചു. ഇവയിൽ പലതും തനിക്കു മാത്രം അറിയാവുന്ന പരമരഹസ്യങ്ങളാണെന്നാണ് അതുവരെ മുഞ്ചൻ ധരിച്ചിരുന്നത്. ഇപ്രകാരമുള്ള യഥാതഥാപ്രവചനത്തിൽ അതീവ സന്തുഷ്ടനും വിസ്മയാധീനനുമായി തീർന്ന മുജ്ജരാജൻ ബാലനായിരുന്ന ഭോജനെ തൻ്റെ സൗധത്തിൽ ആനയിച്ച് കുമാരൻ്റെ കൂടെ ലക്ഷണങ്ങൾ പരിശോധിച്ച് ഫലപ്രവചനം നടത്തുവാൻ അപേക്ഷിച്ചു. അതീവ തേജസ്വിയായ ബാലൻ്റെ ദർശനമാത്രയിൽ തന്നെ ജ്യോതിഷികൻ വിസ്മയസ്തംഭനായി. അദ്ദേഹം പറഞ്ഞു, അസാമാന്യമായ ദിവ്യഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ബാലൻ കാലാന്തരത്തിൽ വിശ്വവിഖ്യാതനായ ഒരു ചക്രവർത്തിയായിത്തീരും. അതുവരെ ചാരിതാർത്ഥ്യം മലതല്ലിയിരുന്ന മുജ്ജൻ്റെ മുഖഭാവം പെട്ടെന്ന് ബീഭത്സമായി രൂപാന്തരപ്പെട്ടു. ജ്യോതിഷികൻ്റെ പ്രവചനം സഫലമാകുന്ന പക്ഷം അത് തൻ്റെയും തൻ്റെ മക്കളുടെയും മതപതനത്തിനോ നിർമൂലനാശത്തിനു തന്നെയോ ഹേതുവായി തീരുമല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭീതി. പക്ഷേ ഇതൊന്നും പുറമേ കാണിക്കാതെ അദ്ദേഹം ജ്യോതിഷികന് വിലപിടിപ്പുള്ള പല പാരിതോഷികങ്ങളും സമ്മാനിച്ച് സന്തുഷ്ടനാക്കി യാത്രയയച്ചു. അദ്ദേഹത്തിൻ്റെ അനന്തര ചിന്തകൾ മുഴുവൻ ഭോജനിഗ്രഹത്തെപ്പറ്റിയായി. അദ്ദേഹം മന്ത്രിയെ അരികിൽ വിളിച്ച് ഇപ്രകാരം രഹസ്യമായി ആജ്ഞാപിച്ചു. അല്ലയോ വിശ്വസ്ത മന്ത്രി, നാം അതികരാളമായ ഒരു പരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഘോര വിപത്തുകൾ നമ്മെ വലയം ചെയ്തിരിക്കുന്നു. പക്ഷേ അത് സാരമില്ല. അവയെ തരണം ചെയ്യുവാനുള്ള ഉപായങ്ങൾ ഈ മുജ്ജരാജൻ്റെ പക്കലുണ്ട്. നിങ്ങൾ ഇന്നു രാത്രി തന്നെ ഭോജരാജകുമാരനെ പരമരഹസ്യമായി നമ്മുടെ കാളിക്ഷേത്രത്തിൽ കൊണ്ടുപോയി കാളിക്ക് ബലി കൊടുക്കണം. നമ്മുടെ പ്രസ്തുത ആജ്ഞ നിങ്ങൾ നിർവഹിച്ചു എന്നതിന് മതിയായ തെളിവ് നൽകി നമ്മെ ബോധ്യപ്പെടുത്തുകയും വേണം. സകല ജനങ്ങളുടെയും കണ്ണിലുണ്ണിയായ രാജകുമാരനെ കാളിക്ക് ബലി കൊടുക്കുക. ഒരു അശ്നിപാതം എന്നോണം രാജാജ്ഞ മന്ത്രിയെ ഞെട്ടിപ്പിച്ചു. പക്ഷേ നിവൃത്തിയില്ല. അത് നിർവഹിച്ചില്ലെങ്കിൽ ശിരച്ഛേദമായിരിക്കും തൻ്റെ അടുത്ത അനുഭവം. ദേവീപ്രസാദമുണ്ടെങ്കിൽ തനിക്ക് കുമാരനെ രക്ഷിക്കുവാൻ സാധിക്കുമെന്നുള്ള ദൃഢവിശ്വാസത്തോടുകൂടി മന്ത്രി അന്ന് രാത്രി തന്നെ കുമാരനെയും കൂട്ടിക്കൊണ്ട് കാളിക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹം ഭക്തി പാരവശ്യത്തോടുകൂടി ദേവീ വിഗ്രഹത്തിനു മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് എഴുന്നേറ്റ ശേഷം ഉത്കട ശോകനിർഭരമായി ഗദ്ഗദവാണിയിൽ കുമാരനെ അറിയിച്ചു. അരുമക്കുമാരൻ, അടിയന് മാപ്പ് നൽകിയാലും
അങ്ങേ ഇന്ന് രാത്രി കാളിക്ക് ബലി കൊടുക്കുവാൻ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് അടിയനോട് കൽപ്പിച്ചിരിക്കുന്നു. അതിലേക്കാണ് അടിയൻ അങ്ങേ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഭോജരാജകുമാരൻ അല്പനേരം ഒരു നിശ്ചല പ്രതിമ പോലെ നിലകൊണ്ടു. അനന്തരം തികച്ചും അക്ഷോഭ്യനായി അദ്ദേഹം പറഞ്ഞു, അങ്ങൊരു തരത്തിലും ഖേദിക്കരുത്. രാജാജ്ഞയാണ്, അത് നിർവഹിച്ചു തന്നെ തീരണം. ഇല്ല ഇല്ല, ഞാൻ ഒരിക്കലും ആ പൈശാചിക കൃത്യം നിർവഹിക്കുകയില്ല. എൻ്റെ ശിരസ് രാജകോപത്തിനിരയായി 1000 ഖണ്ഡങ്ങളായി പൊട്ടിത്തെറിച്ചാലും ശരി, ചതിയെ ചതി കൊണ്ട് അഭിമുഖീകരിക്കണമെന്നാണല്ലോ പ്രമാണം. അങ്ങൊരു കാര്യം ചെയ്യണം. അങ്ങയുടെ ശരീരത്തിൽ നിന്നും ഏതാനും തുള്ളി രക്തം ഖഡ്ഗമുന കൊണ്ട് കുത്തിയെടുത്ത് എന്നെ ഏൽപ്പിക്കണം. അത് ഞാൻ രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കി അങ്ങയെ വധിച്ചതായി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിക്കൊള്ളാം. ഈ ഉപദേശം രാജകുമാരനും സ്വീകാര്യമായി തോന്നി. അതനുസരിച്ച് അദ്ദേഹം ഒരു മരപ്പട്ടയിൽ ഖഡ്ഗം കൊണ്ട് തൻ്റെ ശരീരത്തിൽ നിന്ന് കുറച്ച് രക്തമെടുത്ത് ഒരു പദ്യമെഴുതി മന്ത്രിയുടെ പക്കൽ ഏൽപ്പിച്ചു. ഐഹിക ജീവിതത്തിൻ്റെ നശ്വരതയെയും പാപപുണ്യങ്ങളുടെ അനന്തരഫലങ്ങളെയും പറ്റിയുള്ളതായിരുന്നു പദ്യം. പ്രസ്തുത രക്തലിപ്തമായ മരപ്പട്ട വാങ്ങി ഭദ്രമായി സൂക്ഷിച്ചു വെച്ച ശേഷം മന്ത്രി പറഞ്ഞു, ഇനി അങ്ങൊരു കാര്യം ചെയ്യണം. ഞാൻ അങ്ങേ ഒരു നിഗൂഢ സ്ഥാനത്ത് രഹസ്യമായി സൂക്ഷിച്ചു കൊള്ളാം. ഒരു നിർദ്ദിഷ്ട കാലം വരെ അങ്ങനെ കഴിഞ്ഞാൽ രാജാജ്ഞ അനുസരിച്ച് ഞാൻ അങ്ങയെ വധിച്ചതായി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിക്കൊള്ളാം. എൻ്റെ മേൽപ്പറഞ്ഞ നിർദ്ദേശം അങ്ങ് കൈക്കൊള്ളണമെന്ന് ഞാൻ ഏറ്റവും വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. ഇപ്രകാരം നിർദ്ദേശിച്ചുകൊണ്ട് മന്ത്രി ഉത്കണ്ഠാകുലനായി നിലകൊണ്ടു. രാജകുമാരൻ കുറേ നേരം മൗനം അവലംബിച്ചു. അത് അനുവാദമായി സങ്കല്പിച്ച മന്ത്രി സുരക്ഷിതമായ ഒരു രഹസ്യ സങ്കേതത്തിൽ രാജകുമാരനെ പാർപ്പിച്ച ശേഷം നേരെ കൊട്ടാരത്തിലെത്തി. മുഞ്ചനെ ചോര പുരണ്ട വാൾ കാണിച്ച് തൃപ്തിപ്പെടുത്തി കുമാരൻ കൊടുത്തയച്ചിരുന്ന പദ്യവും അദ്ദേഹത്തെ ഏൽപ്പിച്ചു. മുഞ്ചന് യാതൊരു സംശയവും തോന്നാത്ത വിധം ഭോജവധം അദ്ദേഹത്തെ വിശ്വസിപ്പിക്കാൻ തന്ത്രജ്ഞനായ മന്ത്രിക്ക് സാധിച്ചു. പക്ഷേ മരപ്പട്ടയിൽ രക്തലിപികളിൽ ആലേഖനം ചെയ്തിരുന്ന പദ്യത്തിൻ്റെ പൊരുൾ ജന്മനാ ഭീരുവായിരുന്ന അദ്ദേഹത്തെ സംഭ്രാന്തമാനസനാക്കി തീർത്തു. ഭോജൻ്റെ നിഗൂഢാശയം മുഴുവൻ മുജ്ജന് വെളിപ്പെട്ടു. ചെയ്തുപോയ മഹാപരാധത്തിന് തനിക്ക് ലഭിക്കാവുന്ന ഘോരശിക്ഷ അദ്ദേഹം മനസ്സിൽ കണ്ടു. അദ്ദേഹം എന്തെന്നില്ലാതെ പശ്ചാത്തപിച്ചു. ഊണിനാസ്ത കുറഞ്ഞു, നിദ്ര നിശയെങ്കൽ പോലും ഇല്ലാതെയായി എന്ന മട്ടിൽ അദ്ദേഹം കൊടും വ്യാകുലതയിൽ ദിനരാത്രങ്ങൾ കഴിച്ചു. ഒടുവിൽ വീണ്ടും മന്ത്രിയെ വരുത്തി താൻ ചെയ്തുപോയ ഘോരാപരാധത്തിന് എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ എന്നാരാഞ്ഞു. മന്ത്രി ആശ്വാസവചസ്സുകളാൽ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ പൊന്നു തിരുമേനി, അവിടുന്ന് ആശ്വസിച്ചാലും നാം എത്ര പശ്ചാത്തപിച്ചാലും വധിക്കപ്പെട്ട രാജകുമാരൻ്റെ ജീവൻ ഇനി തിരിച്ചു കിട്ടുക സാധ്യമല്ല. എങ്കിലും അടിയൻ്റെ പഴമനസ്സിൽ ഒരാശയം തോന്നുന്നുണ്ട്. അടിയൻ്റെ കുപ്പപ്പാട്ടിൽ ഒരു സന്യാസി വന്നു ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളും കൃത്യങ്ങളുമെല്ലാം അദ്ദേഹം ദിവ്യശക്തികളുള്ള ഒരു മഹാത്മാവാണെന്ന് വിശ്വസിക്കാൻ ഇടതരുന്നു. നാം മനഃപൂർവ്വമല്ലാതെ ചെയ്തുപോയ ഘോരാപരാധത്തിൻ്റെ പാപപരിഹാരത്തിന് മാർഗനിർദ്ദേശം നൽകാൻ അദ്ദേഹത്തിന് സാധ്യമാകുമെന്ന് അടിയനൊരു ആശ തോന്നുന്നു. ഏതിനും അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും അടിയൻ്റെ പഴമനസ്സിൽ ഉദിക്കുന്നില്ല. തിരുമേനി അനുഭവിക്കുന്നതിൽ 10 മടങ്ങ് വ്യഥയാണ് തൃപ്പാദഭക്തനായ അടിയൻ അനുഭവിക്കുന്നത്. ഇപ്രകാരം നയോപായ ചതുരതയോടുകൂടി അറിയിച്ച ശേഷം രാജാവിൻ്റെ പ്രതികരണമറിയാൻ കാത്തുനിന്നു. ഈ അഭിപ്രായം രാജാവിന് എത്രയും സ്വീകാര്യമായി തോന്നി. അതനുസരിച്ച് മന്ത്രി അപ്പോൾ തന്നെ രാജസന്നിധിയിൽ നിന്നും വിടവാങ്ങിപ്പോയി അടുത്ത പ്രഭാതത്തിൽ തന്നെ സന്യാസിയുമായി കൊട്ടാരത്തിൽ വന്നു ചേർന്നു. മുജ്ജൻ സകല വസ്തുതകളും സന്യാസിയെ ധരിപ്പിച്ചു. കാര്യഗൗരവബോധം നിതരാം പ്രസ്ഫുരിക്കുന്ന മുഖഭാവത്തോടുകൂടി സന്യാസി രാജവചനങ്ങൾ ശ്രവിച്ചു. അദ്ദേഹത്തിൻ്റെ വചനം അതീവ ഗംഭീരമായി തീർന്നു. വളരെ നേരം ചിന്താഗ്രസ്തനായിരുന്ന ശേഷം അദ്ദേഹം പറഞ്ഞു, വളരെ ഗൗരവമേറിയതാണ് പ്രശ്നം. എങ്കിലും ശ്രമിച്ചു നോക്കാം. എൻ്റെ നിർദ്ദേശമനുസരിച്ച് ഗൗരവമേറിയ ഒരു ഹോമകർമ്മം നിർവഹിക്കേണ്ടതുണ്ട്. അതിലേക്ക് വേണ്ടി ഞാൻ നിർദ്ദേശിക്കുന്ന ഒരുക്കങ്ങളെല്ലാം ഉടനടി നിർവഹിക്കണം. അനന്തരം
സന്ദർഭഗൗരവത്തിന് അനുസൃതമായ ഗാംഭീര്യം മുഖത്ത് പ്രകാശിപ്പിച്ചുകൊണ്ട് സന്യാസി അവിടെ നിന്ന് യാത്രയാവുകയും ചെയ്തു. രാജാജ്ഞ അനുസരിച്ച് ഹോമത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം മന്ത്രി യഥായോഗ്യം നിർവഹിച്ചു. സന്യാസി നിശ്ചയിച്ച സ്ഥലത്തും സമയത്തും തന്നെ ഹോമകർമ്മം ആരംഭിക്കുകയും ചെയ്തു. ഒരു രഹസ്യ സങ്കേതത്തിൽ വെച്ചാണ് കർമ്മങ്ങൾ നടത്താൻ സന്യാസി നിർദ്ദേശിച്ചിരുന്നത്. അതനുസരിച്ച് രാജാവും മന്ത്രിയും കാലേ കൂട്ടി തന്നെ അവിടെ സന്നിഹിതരാവുകയും ചെയ്തു. സന്യാസിയുടെ നിർദ്ദേശാനുസരണമുള്ള മാന്ത്രിക കർമ്മങ്ങളും മറ്റും നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ സന്യാസി ഭോജകുമാരനോടൊന്നിച്ച് യാഗസ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു. മുജ്ജൻ ആഹ്ലാദചിത്തനായി ഭോജകുമാരനെ ഗാഢാശ്ലേഷം ചെയ്തു. തൻ്റെ പ്രീതി വാത്സല്യങ്ങൾ വെളിപ്പെടുത്തി. യാതൊരുവിധ സംശയങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ചില്ല. പക്ഷേ യഥാർത്ഥത്തിൽ യാഗത്തിൻ്റെ സൂത്രധാരത്വം വഹിച്ചത് മന്ത്രിയും പ്രധാന കാർമ്മികത്വം വഹിച്ചത് സന്യാസി വേഷധാരിണിയായ മന്ത്രിപത്നിയുമായിരുന്നു എന്ന വസ്തുത ആരറിയുന്നു? തുടർന്ന് അല്പദിവസത്തിനുള്ളിൽ ഭോജകുമാരൻ യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്തു. ഭോജരാജാവിൻ്റെ മുന്നോട്ടുള്ള കഥ അടുത്ത എപ്പിസോഡിൽ പ്രതിപാദിക്കാം. എല്ലാ കഥകളും നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുവാൻ ഈ ഫേസ്ബുക്ക് പേജ് സബ്സ്ക്രിപ്ഷൻ ചെയ്യുമല്ലോ. സ്നേഹപൂർവ്വം, സുരേഷ് ദേവ്.